അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനസികമായി നമ്മയൊക്കെ വളരെ വേദനിപ്പിക്കുന്ന പിടിച്ചു കുലുക്കുന്ന വാർത്തകളാണ് അനുദിനം കേരളക്കരയിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പാവം ഉമ്മയുടെ വേദനിപ്പിക്കുന്ന കഥയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ പ്രചരിപ്പിച്ച ഒരു വീഡിയോ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മകൻ തറവാട് വീട് പൊളിച്ചു. പുതിയൊരു 4000 സ്ക്വയർ ഫീറ്റിൽ ഒരു മണിമാളിക പണിതു. അവിടെ 2 വാച്ച്മാൻമാരെ നിർത്തി. അത് പ്രിയപ്പെട്ട ഉമ്മയും 70 വയസ്സ് കഴിഞ്ഞ ബാപ്പയുമാണ്. ചുറ്റും ക്യാമറയുണ്ട്. ഉമ്മയുടെയും ബാപ്പയുടെയും പ്രൊട്ടക്ഷന് വേണ്ടി മകൻ ചെയ്തതാണ്. അവനും അവന്റെ ഭാര്യയും അവന്റെ പ്രിയപ്പെട്ട മക്കളും അങ്ങ് ദുഫായിലാണ്, പ്രവാസ ലോകത്ത്. മക്കൾക്ക് പഠിക്കണം, അവന് ജോലിക്ക് പോകണം, അതുകൊണ്ട് കൊണ്ടുപോയതാണ്. പലപ്പോഴും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒക്കെ അസുഖമാകുമ്പോ മോള് വരും, എന്താണ് വിശേഷങ്ങൾ എന്നറിയാൻ. അത് കഴിഞ്ഞ് അവൾ പോവുകയും ചെയ്യും. ഭർത്താവ് നാട്ടിലാണ്, മക്കൾക്ക് പരീക്ഷയാണ്, അവൾക്ക് ഇവിടെ വന്ന് എപ്പോഴും നിൽക്കാൻ കഴിയില്ലല്ലോ. ഏകദേശം 1 മാസത്തോളമായി മകൻ ഫോൺ ചെയ്തിട്ട് വിളിക്കുന്നില്ല. അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. കുറെ തവണ ഈ ഉമ്മ ആരുടെയൊക്കെയോ കനിവ് കൊണ്ട് വിളിച്ചു. കാരണം ഉമ്മക്ക് വിളിക്കാൻ അറിഞ്ഞുകൂടാ. പലരെയും വിളിച്ച് എടാ മോനെ, എന്റെ മോൻക്കൊന്ന് വിളിക്കടാ എന്ന് പറയും. അങ്ങനെ ഫോൺ ചെയ്യും, പക്ഷേ അവൻ എടുക്കില്ല. ഏകദേശം 15 ദിവസം മുമ്പാണ് അവൻ തിരിച്ചു വിളിക്കുന്നത്. വിളിച്ച് അവൻ ചോദിച്ചു, എന്നെയും എന്റെ മക്കളെയും കുറിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർന്നില്ലേ? ഇനി എന്താണ് ഉമ്മക്ക് ഞങ്ങളെ പറ്റി പറയാനുള്ളത്? ഉമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. ഉമ്മ ചോദിച്ചു, എന്താണ് നീ പറയണത്? ഞാന് ഒന്നും പറയാൻ വെച്ചതല്ലട്ടാ, പാപ്പാക്ക് മരുന്ന് വാങ്ങാനുണ്ട്, ആ പൈസ മറക്കണ്ട. അറ്റാക്ക് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഏകദേശം 4000 രൂപ ഒരു മാസം മരുന്നിന് ചെലവുണ്ട്. വാപ്പ ഏകദേശം 10 ദിവസമായി മരുന്ന് കഴിച്ചിട്ട്. ഞാൻ കടം വാങ്ങാൻ പറഞ്ഞു നോക്കി വാപ്പാനോട്. വാപ്പ പറയണത്, ഈ മണിമാളികയിൽ കഴിയേണ്ട ഞാൻ എങ്ങനെയാടി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കടം വാങ്ങുന്നതെന്നാ ചോദിക്കുന്നത്. ഇപ്പം മരുന്ന് കഴിച്ചിട്ട് 10 ദിവസമായി, അതൊന്നും എന്നോട് പറയാനാ ഇത്ര ദിവസമായിട്ട് ഞാൻ വിളിച്ചിരുന്നത്. ആ ഉമ്മ ഒരു ഇറ്റ് കണ്ണീർ വാർത്തുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നീട് അവരുടെ മകൾ വന്നു. മകൾ വന്നപ്പോ മോന് വിളിച്ച കാര്യം പറഞ്ഞു. അവൻ ദേഷ്യത്തിലാണ്, ഫോൺ വിളിച്ചെടുക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. ആ സമയത്താണ് മകളുടെ മകൻ, +1 പഠിക്കുന്ന മകൻ പറയുന്നത്, മമ്മ നിങ്ങൾ ഇവിടെ പറയുന്നതൊക്കെ മാമനും അമ്മായും അവിടെ ഇരുന്നിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. മമ്മ നിങ്ങളിവിടെ ചെയ്യണത് മാത്രമല്ല, നിങ്ങളിവിടെ പറയണതെല്ലാം മാമനും മാമിയും ഇരുന്ന് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത് വോയിസ് കൂടി കിട്ടുന്ന ക്യാമറ ആട്ടോ മാമന് ഇവിടൊക്കെ വെച്ചിരിക്കണേന്ന്. അപ്പോഴാണ് 60 വയസ്സ് കഴിഞ്ഞ ആ പാവപ്പെട്ട ഉമ്മ കാര്യം തിരിച്ചറിയണത്. എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലും മരുമകളെ പറ്റി ചോദിക്കുമ്പോ അവരെന്തെങ്കിലുമൊക്കെ പറയും. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ആഴ്ചയിൽ 2 ദിവസം വീട് വൃത്തിയാക്കാൻ വരുന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ചോദിച്ചത്, അല്ല താത്ത, നിങ്ങളുടെ മരുകളോട് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞൂടെ? അവർക്ക് അവിടെ ജോലിയൊന്നുമില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ അവിടൊക്കെ സ്കൂള് പൂട്ടിയെന്നാ പറയണ കേൾക്കണത്. ഈ പാവം ഉമ്മ പറഞ്ഞു, അല്ല അവൻക്ക് ജോലിക്ക് എന്തെങ്കിലും പോവാണ്ടാവും, അവൻക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണ്ടേ, ഉണ്ടാക്കി കൊടുക്കണ്ടേ, അവിടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നിൽക്കായിരുന്നു. പിന്നെയും ഈ ചേച്ചി പറഞ്ഞു, അല്ലമ്മ നിങ്ങൾക്ക് വയ്യാത്തതും ഉപ്പാക്ക് വയ്യാത്തൊക്കെ മോൻക്ക് അറിയണല്ലേ, ഒന്ന് നിർത്തിക്കൂടെ എന്ന്. അറിയാതെ എന്തോ ഈ ഉമ്മയുടെ വായിൽ നിന്ന് മരുമോളെ പറ്റി പറഞ്ഞു പോയി. പക്ഷേ അതെല്ലാം അങ്ങ് പ്രവാസ ലോകത്തിരുന്ന് ഇവനും ഇവളും സുന്ദരമായി കേട്ടു. നിങ്ങളല്ലേ എന്നെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇനി നിങ്ങൾ ഉമ്മാക്കിന് വിളിക്കാൻ നിൽക്കരുത്. വാപ്പ കുറച്ച് അനുഭവിക്കട്ടെ, മരുന്നിന് പൈസ പോലെ ആക്കാക്കേണ്ടത് നിങ്ങൾ മാത്രമല്ലല്ലോ മക്കളുള്ളത്, വേറില്ലേ 2 ആൺകുട്ടികള്, അവരെ നോക്കണില്ലല്ലോ. ഇതാണ് അവളുടെ വർത്തമാനം. അന്ന് തന്നെ പേരക്കുട്ടീനെ കൊണ്ട് മോൻക്ക് വിളിച്ചു. എടാ ഇവിടെ ഇന്നെ നോക്കാൻ ക്യാമറ എന്റെ വർത്താനം മുഴുവൻ ഊറ്റിയെടുക്കാനുള്ള ക്യാമറയല്ലേ വെച്ചിക്കണേ എന്ന് ചോദിച്ചു. മറുപടി പറഞ്ഞത് മരുമകളാണ്. നിങ്ങളെ തനി സ്വഭാവേ ഇപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. ഇത് പറഞ്ഞു അവനും അവിടെ ഫോൺ വെച്ചു. ആ ഉമ്മ പതിയെ പതിയെ കരയാൻ തുടങ്ങി. പതിയെ പതിയെ അവരുടെ ശ്വാസത്തിന്റെ മിടിപ്പിന്റെ വേഗത കുറഞ്ഞു. തല ചുറ്റി വീണു. അയൽവാസികൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 6 ദിവസം ICUലും വെന്റിലേറ്ററിലുമായി കഴിഞ്ഞു. പിന്നീട് ഈ ലോകത്തോട് ആ ഉമ്മ വിട പറഞ്ഞു. മരുമകളുടെ പീഡനം സഹിക്കാൻ കഴിയാത്ത രക്തസാക്ഷി. എന്റെ പ്രിയപ്പെട്ട ആൺമക്കളോട് പറയാനുള്ളത്, നിങ്ങൾ വലിയ കൊട്ടാരം പോലത്തെ വീട് വെച്ചിട്ടുണ്ട്, ക്യാമറ വെച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളെ നോക്കിയ പോലെ, നിങ്ങളെ ഗർഭപാത്രത്തിൽ കൊണ്ടു നടന്നതുപോലെ, നിങ്ങൾ 1 വയസ്സും 2 വയസ്സും ഒക്കെ ആകുമ്പോ
തറവാട് പൊളിച്ച് ഇളയ മകൻ ആ വീടിനെ ഒരു വലിയ കൊട്ടാരമാക്കി മാറ്റുന്നു. ആ കൊട്ടാരത്തിന് കാവലായി സ്വന്തം ഉമ്മയെയും പ്രായമായ ഉപ്പയെയും നിർത്തി ഭാര്യയെയും മക്കളെയും കൂട്ടി പ്രവാസ ലോകത്തേക്ക് പോകുന്നു. മക്കളുടെ പഠനം അവിടെ, അവൻ്റെ ജോലിയും അവർക്ക് ഭക്ഷണമൊരുക്കാനും മറ്റും ഭാര്യയും കൂടെ താമസം. പ്രായമായ ഉപ്പയും ഉമ്മയും അവർക്കെന്തെങ്കിലും പറ്റിയാലോ എന്നറിയാൻ വീടിന് ചുറ്റും നിരീക്ഷണ ക്യാമറകളും. ആഴ്ചയിൽ 2 ദിവസം വീട് വൃത്തിയാക്കി കൊടുക്കാനും മറ്റും ഒരു സ്ത്രീയെ ജോലിക്കും ഏൽപ്പിച്ചിരിക്കുന്നു. ആഹാ, എന്തു സുഖമുള്ള ജീവിതമല്ലേ! എന്നാൽ ഇനിയാണ് വേദനിപ്പിക്കുന്ന കഥകൾ നമ്മൾ കേൾക്കേണ്ടത്. ഇടയ്ക്കിടെ മകൻ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കും. തൊട്ടടുത്ത് താമസിക്കുന്ന പെൺമകൾ ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് രോഗവിവരങ്ങൾ അന്വേഷിക്കും. കൂടെ താമസിക്കാൻ അവൾക്കാവില്ല. വീട്ടിൽ മക്കളും ഭർത്താവും അവരുടെ പഠനവും ജോലിയുമൊക്കെ. അങ്ങനെ വന്ന് തിരിച്ചു പോകും. ഇടയ്ക്കൊരു ദിവസം മകൻ്റെ ഫോൺ കോളുകൾ നിലച്ചുപോയിരിക്കുന്നു. അവൻ വിളിക്കുന്നില്ല. അങ്ങോട്ടേക്ക് വിളിക്കാൻ ശ്രമിച്ചിട്ട് കഴിയുന്നുമില്ല. പ്രായമായ ഉമ്മയ്ക്ക് മൊബൈലിൽ നമ്പർ ഞെക്കി വിളിക്കാനും അറിയില്ല. അയൽവാസികളോടും മറ്റു പരിസരത്തുള്ളവരോടൊക്കെ എൻ്റെ മകനെ ഒന്ന് വിളിച്ചു തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ പലരുടെയും സഹായത്തോടെ പലതവണ ശ്രമിച്ചു. മകൻ ഫോൺ എടുക്കുന്നില്ല, തിരിച്ചു വിളിക്കുന്നില്ല. നീണ്ട 1 മാസക്കാലം ആ പതിവ് തുടർന്നു. 1 മാസത്തിന് ശേഷം അവൻ ഉമ്മയെ വിളിച്ചു. ഫോണെടുത്ത ഉടനെ അവൻ ഉമ്മയോട് ചോദിച്ച ചോദ്യം ഇതാണ്: കഴിഞ്ഞോ എന്നെയും എൻ്റെ മക്കളെയും കുറിച്ച് പറഞ്ഞത്? ഇനി എന്താണ് ഉമ്മക്ക് വേണ്ടത്? ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്, ധാർഷ്ട്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഉമ്മ തിരിച്ചൊന്നും പറഞ്ഞില്ല. നീ എന്താ പറയണത്? ഞാൻ എന്ത് പറഞ്ഞു എന്നാ? ഉമ്മ പറഞ്ഞു, നിന്നെ വേദനിപ്പിക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ വിളിച്ചതല്ല. ഉപ്പയുടെ മരുന്നിൻ്റെ കാര്യം പറയാനാണ്. അറ്റാക്കിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് മാസവും 4000 രൂപയോളം വരുന്ന മരുന്നുകൾ ഉപ്പയ്ക്ക് ആവശ്യമാണ്. ഉപ്പ മരുന്ന് കഴിക്കാതെ 10 ദിവസമായി. മെഡിക്കൽ ഷോപ്പിൽ പോയി തൽക്കാലം കടം വാങ്ങാനും മകൻ പണം അയച്ചാൽ നമുക്ക് കൊടുക്കാമെന്നും ഉപ്പയോട് ഞാൻ പറഞ്ഞതാണ്. ഉപ്പ പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ നിന്ന് ഞാൻ പോയിട്ട് എങ്ങനെയാണ് കടം വാങ്ങുക? മകൻ അപ്പുറത്തു നിന്ന് ഫോൺ കട്ടാക്കി. വീട്ടിലേക്ക് വന്ന മകളോട് ഉമ്മ പറഞ്ഞു, മകളെ, ഇങ്ങനെയാണ് നിന്റെ സഹോദരൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. വലിയ ദേഷ്യത്തിലാണ് സംസാരിച്ചത്. മകളുടെ കൂടെയുണ്ടായിരുന്ന +2കാരനായ അവളുടെ മകൻ പറഞ്ഞു, ഉമ്മാമ്മ, അവർക്കെല്ലാം നിങ്ങൾ പറയുന്നതും കേൾക്കാൻ പറ്റും, നിങ്ങൾ ചെയ്യുന്നത് കാണാൻ പറ്റും. എല്ലാം പറ്റുന്ന രീതിയിലാണ് അവർ നിരീക്ഷണ ക്യാമറകൾ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഉമ്മക്ക് ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ ആഴ്ചയിൽ 2 ദിവസം ജോലിക്കെത്തുന്ന ജോലിക്കാരി ഉമ്മയോട് ചോദിച്ചു അത്രേ, നിങ്ങളുടെ മരുമകളോട് ഇവിടെ വന്ന് നിൽക്കാൻ ആവശ്യപ്പെട്ടൂടെ? അപ്പോൾ ഉമ്മ പറഞ്ഞു അത്രേ, അവിടെ അവർക്ക് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുകയും അവരെ സ്കൂളിലേക്കും ഭർത്താവിനെ ജോലിക്കയക്കുകയും ഒക്കെ വേണ്ടേ? ജോലിക്കാരിയുടെ അടുത്ത ചോദ്യം, എന്നാലും നിങ്ങൾ രണ്ടാളും പ്രായമായ 2 ആളുകൾ ഇവിടെ ഉള്ളതല്ലേ? അതിന് ഉമ്മ എന്തോ മറുപടി പറഞ്ഞു. അത് മരുമകളെ കുറ്റം പറഞ്ഞതാണത്രേ. അവർ അവിടെ നിന്ന് അത് കേൾക്കുകയും കാണുകയും ചെയ്തു അത്രേ. അടുത്ത ദിവസം ആ ഉമ്മ വേദനയോടെയാണെങ്കിലും ഒരു തവണ കൂടി മകനെ ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്ന രീതിയിലാണല്ലേ ക്യാമറ വെച്ചിട്ടുള്ളത്? തമാശ രൂപത്തിൽ പറഞ്ഞതാണെങ്കിലും അപ്പുറത്ത് സംസാരിച്ചത് മരുമകളായിരുന്നു. അതെ, നിങ്ങളുടെ തനി സ്വഭാവം ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത്. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട. മരുമകൾ ഫോൺ കട്ട് ചെയ്തു. ആ ഉമ്മയുടെ സംസാരം ഒരു തേങ്ങലായി മാറി. ആ തേങ്ങൽ മെല്ലെ മെല്ലെ ഹൃദയമിടിപ്പ് കൂട്ടി. ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി ഉയരാൻ തുടങ്ങി. ഉമ്മ തലചുറ്റി ബോധരഹിതയായി വീണു. അയൽവാസികളും മറ്റും ഓടി വന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒരാഴ്ചക്കാലം ICUവിലും വെന്റിലേറ്ററിലുമായി കഴിഞ്ഞു. അവസാനം ആ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. മകനും മരുമകളും മാനസികമായി നോവിച്ചപ്പോൾ ഹൃദയം നൊന്ത് മരിച്ച ഒരു പാവം രക്തസാക്ഷിയായി ആ ഉമ്മയും. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയുന്ന വാക്കുകളെ കൂടി നമുക്കൊന്ന് കേൾക്കാം. അതിനു മുൻപ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധ ഇസ്ലാം എല്ലാ കാലത്തും മാതാവിനും പിതാവിനും വലിയ സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്. മുത്തുനബിയുടെ അടുത്ത് വന്നിട്ട് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, ഞാൻ ആരോടാണ് നബിയെ ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത്? മുത്തുനബി പറഞ്ഞ മറുപടി, നിൻ്റെ ഉമ്മയോട് എന്നായിരുന്നു. 3 തവണയും നിൻ്റെ ഉമ്മയോടെന്നാണ് മറുപടി പറഞ്ഞത്. അമുസ്ലിമായ തൻ്റെ പിതാവിനെ പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ച സ്വഹാബിയോട്, മുസ്ലിമായാലും അമുസ്ലിമായാലും നിനക്ക് നിൻ്റെ പിതാവാണ്, അദ്ദേഹത്തിന് കൊടുക്കേണ്ട കരുണ നീ കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നമ്മുടെ ഉമ്മയും വാപ്പയും അവർ നമ്മുടെ കാൽ കീഴിൽ നിൽക്കേണ്ടവരല്ല,
അവരുടെ കാൽ കീഴിൽ നിന്ന് വലിയൊരു ജീവിതം കെട്ടിപ്പടുക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.